വാച്ച് ടവറിന് മുകളിലുള്ള ഹത്തയുടെ ടോപ്പ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്റ്റേഴ്സ് കയറി തുടങ്ങി. 1880-ൽ ഇവിടുത്തെ മിലിറ്ററി അവരുടെ സെക്യൂരിറ്റി പർപ്പസിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച വാച്ച് ടവർ ആയിരുന്നു ഇത്. ഹത്ത വാച്ച് ടവറും കണ്ട ശേഷം ഞങ്ങളിങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകണോ വേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ്. കാരണം ഓൾറെഡി ലൈറ്റൊക്കെ പോയി, എല്ലാവരുടെയും സ്ട്രീറ്റ് ലൈറ്റൊക്കെ തെളിഞ്ഞു തുടങ്ങി. നമ്മൾ ഹത്ത ഡാമിലേക്ക് പോകുന്ന സമയത്ത് ഇത് ഒരു റെസ്റ്റ് ഏരിയ കണ്ടിട്ടുണ്ടായിരുന്നു. അറ്റ് ലാസ്റ്റ് അങ്ങോട്ടും കൂടെ കയറാമെന്ന് എഴുതിയിട്ട് ഞങ്ങൾ പോവാണ്. എവിടെയും കുറേ റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്. ക്യാമ്പിങ് പാടില്ല, മോട്ടോർ സൈക്കിൾ പാടില്ല, വേസ്റ്റ് ഇടാൻ പാടില്ല എന്നൊക്കെയുണ്ട്. എനിവേ നമുക്ക് റെസ്റ്റിന് കുറേ ഷെഡുകളുണ്ട് മുകളിൽ, അങ്ങോട്ട് പോയി നോക്കാം. ഇതൊരെണ്ണം മുകളിൽ പോകാം അല്ലേ? ഇത് ഫസ്റ്റ് വൺ, നമ്പർ 1. ഈ മുകളിലേക്ക് പോകും. ഇത് സെക്കൻഡ് വൺ. അഗൈൻ ഇവിടെ ഇരിക്കാം. മുകളിലുണ്ടോ? ഇല്ല അല്ലേ? ശരിക്കും തേർഡ് വൺ നോക്കണോ മുകളിൽ? ശരി, ഇതൊക്കെ ഇറങ്ങും വേണ്ടേ? ഏറ്റവും ടോപ്പിൽ റെസ്റ്റ് ഏരിയ അല്ല, പക്ഷേ എൻ്റെ ഇത് ഭയങ്കര മുകളിലോട്ടായാലോടാ. ഇത് തോന്നി ഏറ്റവും ടോപ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്.
അല്ലേ? അപ്പോൾ വെളിച്ചക്കുറവ് കാരണം നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പിന്നെ ഹത്ത ശരിക്കും പറഞ്ഞൊരു 2 ദിവസം ഒന്ന് കാണാനുള്ളതൊക്കെ ഉണ്ടല്ലേ? ആ മാപ്പിലുള്ള കംപ്ലീറ്റ് കവർ ചെയ്യണമെങ്കിൽ 2 ദിവസം വന്ന് കാണാനുള്ളതുണ്ട്. ഞങ്ങൾ എത്തി തന്നെ 3 മണിക്കായിരുന്നു. അപ്പോൾ കുറച്ച് സമയം കിട്ടിയുള്ളൂ മൊത്തം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ഇന്നലെ ഞങ്ങൾ പോകും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ.